കളമശ്ശേരിയിൽ പി രാജീവനെ മലർത്തിയടിച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറിന് നോക്കൂ, വമ്പൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. മന്ത്രിയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ ഒരു ടഫ് ഫൈറ്റ് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പി രാജീവനെ പോലെ പിണറായി സർക്കാരിലെ നമ്പർ 2 പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പി രാജീവ്. പി രാജീവിനെ പരാജയപ്പെടുത്തിയാണ് പിതാവിന്റെ പാതയിൽ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് അബ്ദുൾ ഗഫൂർ. അരുൺ ശങ്കർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അത്രയധികം വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ട് ട്രെയിനിന്റെ മുന്നിൽ. തീർച്ചയായിട്ടും വലിയൊരു ആൾക്കൂട്ടം തന്നെ മന്ത്രി വി അബ്ദുൾ ഗഫൂറിനെ സ്വീകരിക്കാനായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. ശബരി എക്സ്പ്രസിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയത്. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജന്മനാട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അദ്ദേഹം ബാപ്പയുടെ ഖബറിടത്തിലേക്ക് പോകും, അവിടെ പ്രാർത്ഥന നടത്തും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് പോവുക. ഒരു അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മുസ്ലിം ലീഗിൽ താരതമ്യേന ജൂനിയറായ അബ്ദുൾ ഗഫൂർ, പക്ഷെ അദ്ദേഹത്തിന് ആദ്യമായി MLA ആയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ തേടി മന്ത്രിസ്ഥാനം എത്തിയിരിക്കുകയാണ്. എറണാകുളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാരാണുള്ളത്. അതിൽ കളമശ്ശേരി എന്ന് പറയുന്നത് ഒരു VIP മണ്ഡലമായി മാറിയിരിക്കുകയാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ പി രാജീവായിരുന്നു ജയിച്ചത്. പി രാജീവ് പിണറായി മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രിയായിരുന്നു. ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭയിൽ കളമശ്ശേരിയിൽ നിന്നുള്ള MLA മന്ത്രിയായിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരും അതോടൊപ്പം തന്നെ അംഗങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് അബ്ദുൾ ഗഫൂറിനെ സ്വീകരിക്കാനായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. നോക്കൂ, ഒരു മന്ത്രിയെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ തിരക്കാണ്. പ്രവർത്തകർ ഇങ്ങനെ സ്നേഹത്തോടു കൂടി പോയത് MLA ആയിട്ടാണ്, മടങ്ങിവരവ് മന്ത്രിയായിട്ടാണ്. അപ്പോൾ മന്ത്രി മണ്ഡലത്തിലേക്ക് മടങ്ങി വരികയാണ്, കളമശ്ശേരിയിലേക്ക് വരികയാണ്. അപ്പോൾ വലിയ സ്വീകരണം തന്നെ മന്ത്രിക്ക് ഒരുക്കിയിട്ടുണ്ട്. UDFന്റെ, ലീഗിന്റെ, കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകരവിടെ. അതെ, തീർച്ചയായിട്ടും വലിയ സ്വീകരണം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ലാതിരുന്ന UDFകാർക്ക് പ്രത്യേകിച്ച് ഇത് വലിയ ആവേശമാണ് നൽകുന്നത്. ഒരുപക്ഷെ ഇതൊരു സൂചനയാണ്. കാരണം മുഖ്യമന്ത്രി ഇന്ന് ഈ നാട്ടുകാരനാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ വിപുലമായിട്ടുള്ളൊരു സ്വീകരണമായിരിക്കും മുഖ്യമന്ത്രിക്ക് ഒരുക്കുക. എന്തായാലും ജില്ലയിലെ ആദ്യത്തെ മന്ത്രി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ജില്ലയിലെത്തുന്ന മന്ത്രി ഈ അബ്ദുൾ ഗഫൂറാണ്. ഇവിടെ ജില്ലയിൽ 3 മന്ത്രിമാരും പിന്നെ മുഖ്യമന്ത്രിയും ഉണ്ട്. ഈ ആവേശമെല്ലാം മറ്റ് 3 പേരും എത്തുമ്പോൾ ഉണ്ടാകും. എന്തായാലും കളമശ്ശേരിയിലെ UDFകാരെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷമാണ്. അവർക്ക് കഴിഞ്ഞ വർഷം നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരു മന്ത്രിയെയും അവർക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്. മന്ത്രിയെ പുറത്തേക്ക് എത്തിക്കാൻ പ്രവർത്തകർ ആവേശത്തോടുകൂടി തിക്കും തിരക്കും ഉണ്ടാക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയായി 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിക്കൊണ്ട് അവര് മന്ത്രിക്ക് സ്വാഗതമേവുകയാണ്. മന്ത്രിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയില്ല. ആ രീതിയിൽ പ്രവർത്തകര്, പോലീസൊക്കെ പാടുപെടുന്നുണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. പോയത് നിയുക്ത MLA ആയിട്ടാണ്. തിരിച്ചുവരവ് മണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്നത് വെറും MLA അല്ല, മന്ത്രിയാണ്. ഇനി മുതൽ മന്ത്രി മണ്ഡലമാണ് കളമശ്ശേരി. പി രാജീവ് മന്ത്രിയായിരുന്നു. പി രാജീവിനെ തോൽപ്പിച്ച് അബ്ദുൾ ഗഫൂർ നിയമസഭയിലേക്ക് എത്തുമ്പോൾ കളമശ്ശേരി ഒരു മന്ത്രി മണ്ഡലമായി തന്നെ തുടരും. പ്രവർത്തകർ എത്ര ആവേശത്തിലാണ് സ്വീകരിക്കാൻ. ഷോൾ അണിയിക്കുന്നു, പൂച്ചെണ്ട് നൽകുന്നപ്പോൾ വലിയ ആവേശത്തിലാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്.